ഹായ് ഗായ്സ്, മദ്രാസി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വിദ്യുജമാൽ അതുപോലെ SK ഇവർ രണ്ട് പേരുടെയും അവരുടെ അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ ഈ മൂവിക്ക് വന്നാൽ മതി. അതേപോലെ ആക്ടിങ് എന്താ വിദ്യുജമാലിൻ്റെയൊക്കെ ഒരു ആക്ഷൻസ് പക്കാവില്ല. ആളുടെ ആ നമ്മൾ ട്രെയിലർ കാണുന്ന ആ ഒരു പുഷപ്പ് കേട്ടല്ലോ, അതൊക്കെ ഇതിൽ സിനിമയിൽ ഏത് സീനിലാണ് വരുന്നതെന്നൊക്കെ ആ സീനിൽ ആളെ ഇങ്ങനെ കാണിക്കുമ്പോൾ വരുന്ന ആ ഒരു ഫീലുണ്ടല്ലോ നമുക്കൊക്കെ. അതാണ് പക്ക വില്ലനിസം. സൂപ്പർ. ഈ രണ്ട് പേരെ കാണാൻ വേണ്ടി നമുക്ക് പക്ക വർത്താണ് മൂവി. അതേപോലെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് സ്റ്റോറിയിൽ നിന്ന് ഉണ്ടാവുന്ന അത് പല കണക്ഷനുമായിട്ട് വന്ന് പിന്നെ അത് എന്താ പറയുക ഒരു ആക്ഷൻ മൂവിയിലേക്ക് പോകുന്ന സംഭവമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ കണ്ട് ശീലിക്കാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സിനിമയിലുള്ളത്. അതായത് SKൻ്റെ ക്യാരക്ടർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിൽ. ഓക്കെ, പിന്നെ എന്താ ലോജിക് എന്ന് പറയുന്നൊരു സംഭവം, അത് കുറച്ച് ഇവർക്ക് അങ്ങ് നമ്മൾ വിചാരിക്കുന്ന, അതായത് NIA ആണ് ഇവരെ പിടിക്കാൻ വേണ്ടി ഒരു ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. NIAക്കാരൊക്കെ ചുമ്മാ ഒന്നുമില്ലാത്ത ആൾക്കാരെ പോലെ നമുക്ക് തോന്നുന്നു സിനിമയിൽ. ഇവരെന്താ കാണിക്കണേ? എല്ലാവരും പോവാ ചാവുക, എല്ലാവരും ഒരാൾ പോലും ജീവനോടെ നിൽക്കത്തില്ല. ചുമ്മാ വെടികൊള്ളുക ചാവുക, ചുമ്മാ ഒരു കവർ പോലും എടുക്കാണ്ട് പോവുക, വെടികൊള്ളുക ചാവുക. എനിക്ക് എന്താണ് NIA എന്ന് മനസ്സിലായില്ല. ഇവരെ അത്രയും ആക്കി കളഞ്ഞ NIA എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്. ഓക്കെ, ആ ഒരു കാര്യം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ലോജിക്ക് വെച്ചിട്ട് ഈ പടത്തിന് പോകണ്ട. നമ്മൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കാണാൻ അവരുടെ ആക്ടിങ്, വിദ്യുജമാലിൻ്റെ ആക്ഷൻ സീക്വൻസസ്, അതുപോലെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഇത്രയും കാണാൻ നമുക്ക് പൊളിയായിട്ട് പടം. ബാക്കി ഈ ഒരു പ്രശ്നങ്ങളെ മൊത്തം ഈ 3 കാര്യങ്ങൾ കവർ ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഓണമായിട്ട് എല്ലാവരും കാണാൻ വർത്തായിട്ടുള്ള മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. സോ എല്ലാവരും പോവാ, കാണാൻ, എൻജോയ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ഓണം.